സ്നേഹവസ് ആണ്. നമ്മുടെ ചലി എന്ന് പറയുന്ന പാഠത്തിൽ നിന്നും വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇതിന്റെ മുകളിൽ തന്നിട്ടുള്ളത്. 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് 1-2 മാർക്കിന് ചോദിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്കൊന്ന് നോക്കാം. ചലി എന്ന് പറയുന്ന പാഠത്തിൽ നിന്നുമാണ്, നമ്മുടെ ടുക്കുമോന്റെയും അമ്മേന്റെയും പാഠത്തിൽ നിന്നാണ്. ടുക്കു കൈ ദിനോസി, നമ്മുടെ ടുക്കുമോൻ ഒരുപാട് ദിവസങ്ങളായിട്ട് കിസ് ചീസ് കി സിദ് കർ രഹാ താ, എന്ത് ചീസിന് വേണ്ടിയിട്ട്, എന്ത് സാധനത്തിന് വേണ്ടിയിട്ടായിരുന്നു വാശി പിടിച്ചിട്ടുണ്ടായിരുന്നത്? നമുക്കറിയാം ടുക്കുമോൻ സൈക്കിളിന് വേണ്ടിയിട്ടാണ് വാശി പിടിച്ചത്. അപ്പോൾ വേറെ ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, സൈക്കിളാണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ അല്ലെ. നമുക്ക് ഓപ്ഷൻസ് ഒക്കെ തരും, പക്ഷെ മക്കൾ എന്താണ് ശരിയായിട്ടുള്ള ആൻസറിന് മാത്രമേ കുത്താവൂ. നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. അമ്മാനെ അപ്പനെ ലിയെ ക്യാ ഖരീദി, അമ്മ തനിക്ക് വേണ്ടിയിട്ട് ക്യാ ഖരീദി, എന്താണ് മേടിച്ചത്, എന്താണ് വാങ്ങിച്ചത്? അമ്മ എന്തായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്? സ്കൂട്ടിയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ദേ അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? സ്കൂട്ടി എന്ന് പറയുന്നതാണ്. സൈക്കിളും മോട്ടോർ ബൈക്കും കാര്യങ്ങളും ഒന്നും അല്ല, സ്കൂട്ടിയാണ് മേടിച്ചത്. അപ്പൊ അതാണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ. നോക്കിക്കേ അടുത്ത ക്വസ്റ്റ്യൻ. അമ്മ സ്കൂട്ടി ചലാത്തി സമയ ക്യാ ഹുവാ, അമ്മ സ്കൂട്ടി ഓടിക്കുന്ന സമയത്ത് എന്ത് പറ്റിയിട്ടുണ്ടായിരുന്നു? നമുക്കറിയാം അമ്മ സ്കൂട്ടി ഓടിക്കാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് അമ്മ വീണു പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ എന്താണ്? അമ്മ ഒരു സ്കൂട്ടി ദോനോ ഗിരി, അമ്മയും സ്കൂട്ടിയും രണ്ടും ഗിരി. ഗിരി മീൻസ് എന്താണ്? വീണു എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ഗിരി, വീണു എന്ന് പറയുന്ന ഭാഗം കണ്ടാൽ തന്നെ മക്കൾ എന്ത് ചെയ്യാണ്? അതാണ് എന്റെ ശരി ഉത്തരം എന്ന് പറഞ്ഞ് ടിക്ക് അടിച്ചോളാം. ബാക്കി എന്താണ്? ഒന്നുമല്ല നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ അല്ലെ. ഓക്കെ, അടുത്ത് നോക്കിക്കേ. ടുക്കു കെ സിർ പർ ക്യാ നിക്കൽ ആയ, വീണ സമയത്ത് നമ്മുടെ ടുക്കുമോൻ എന്തോ പറ്റിയിട്ടുണ്ടായിരുന്നു അല്ലെ. ടുക്കുമോന്റെ തലയിൽ ഒരു ഉണ്ണിയപ്പം പോലെ ഒരു മുഴച്ചു വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് എഴുതേണ്ടത്. ടുക്കു കെ സിർ പർ, തലയിൽ അല്ലെ, തലയിൽ എന്താണ് പുറത്തേക്ക് വന്നത് എന്നുള്ളതാണ്. കട്ട് അല്ല, ഖൂൻ ബ്ലഡ് അല്ല, പിന്നെന്താണ്? പട്ടിയല്ല. പട്ടി മീൻസ് എന്താണ്? നമ്മുടെ തലക്കെട്ടിനാണ് നമ്മൾ പറയട്ടെ, അത് വേറൊന്നും അല്ല, തലക്കെട്ട് കേട്ടോ. നമ്മളെ ബാൻഡേജിനാണ് നമ്മൾ പട്ടി എന്ന് പറയാറ്, അതുമല്ല. ഗൂമഡ്, ഗൂമഡ് മീൻസ് എന്താണ്? ഒരു മുഴച്ചു വന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം ഇതാണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യാം? എന്റെ മക്കൾ നന്നായിട്ട് പഠിച്ചിട്ട് പോവാ നാളത്തെ എക്സാമിന് വേണ്ടിയിട്ട്. ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ.